വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ യുഎഇ തലസ്ഥാനമായ അബുദാബിയിൽ ചർച്ച തുടങ്ങി. റഷ്യ, യുക്രൈൻ, യുഎസ് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ച ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിനോജ്, വർഷങ്ങളായി തുടരുന്നതാണ് റഷ്യ യുക്രൈൻ യുദ്ധം. അതിനിടെ പലതവണ സമാധാനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടന്നു. അതിനിടെ ഇപ്പോൾ യുഎസിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ എത്ര കണ്ട് പ്രതീക്ഷ വെക്കണം ഷിനോജ്? അലിഷ, ഈ ഫെബ്രുവരിയിൽ 4 വർഷം പിന്നിടുകയാണ് ഉക്രൈൻ റഷ്യ സംഘർഷം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോംവഴികളുണ്ടോ ഈ സംഘർഷം പരിഹരിക്കാൻ എന്നുള്ളതിൻ്റെ സാധ്യതകൾ ആരായുന്നതിനാണ് 3 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ചർച്ച ഇപ്പോൾ അബുദാബിയിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ US പ്രസിഡന്റിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റഷ്യയുടെ സൈനിക മേധാവികൾ പങ്കെടുക്കുന്നുണ്ട്. റഷ്യ പ്രസിഡന്റിൻ്റെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. ഉക്രൈൻ്റെ സൈനിക മേധാവിയും അതേപോലെ തന്നെ ഉക്രൈൻ ഭരണ നേതൃത്വത്തിലുള്ളവരുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഈ ചർച്ച അബുദാബിയിൽ തുടരും എന്നാണ് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അറിയിച്ചിട്ടുള്ളത്. ഷെയ്ഖ് അബ്ദുള്ളയാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത്തരമൊരു ചർച്ച അബുദാബിയിൽ പുരോഗമിക്കുന്നു. ചർച്ചയിലൂടെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ ഇതിലൂടെ സാധ്യമാകും, സമവാക്യങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്കായി എത്തിയ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് നേരിൽ കണ്ട് ഇന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സംഘർഷം ലഘൂകരിക്കുകയും ഇതിനൊരു സമാധാനപരമായ അവസാനമുണ്ടാക്കുകയും ആണ് UAEയുടെ ലക്ഷ്യം എന്നാണ് UAE പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ഈ 2 രാജ്യങ്ങളും അംഗീകരിക്കുന്ന രാജ്യമാണ് UAE. നേരത്തെ ഈ തടവുകാരെ മോചിപ്പിക്കുന്നതിൽ UAE കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. റഷ്യയുടെയും ഉക്രൈൻ്റെയും ആയിരക്കണക്കിന് തടവുകാരെ നേരത്തെ UAE ഇടപെട്ട് മോചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അബുദാബിയിൽ ഒരു സമവായ ചർച്ച ഇപ്പോൾ നടക്കുന്നത്. അലീഷ, ഷിനോജ്, കഴിഞ്ഞ തവണ ചർച്ച നടന്നപ്പോഴും ഈ ഉപാധികളുടെ പേരിലാണ് അത് തീരുമാനത്തിലെത്താതെ പോയത്. അതിനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുമ്പോൾ കീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ പ്രദേശങ്ങളൊക്കെ ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ അത് റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്നായിരുന്നു റഷ്യ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. ഇതിന് US പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. പക്ഷേ യുക്രൈൻ ആ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാടെടുത്തു. അത്തരത്തിൽ പല ഉപാധികളും റഷ്യ മുന്നോട്ട് വെച്ചത് യുക്രൈൻ അംഗീകരിക്കാൻ ആകുന്നതായിരുന്നില്ല. അങ്ങനെ ഇന്ന് ഇപ്പോൾ ഉപാധികളുടെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് 2 രാജ്യങ്ങളും തയ്യാറാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ എന്തൊക്കെ ഉപാധികളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഷിനോജ്? ഇപ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് ചർച്ച ആണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരം ഉപാധികളുടെ മേലെ അല്ല എന്നുള്ള നിലയ്ക്കാണ്, ഒരു പുനരാരംഭം എന്നുള്ള നിലയ്ക്കാണ് ഈ ചർച്ചകളെ ഇപ്പോൾ കാണുന്നത്. നേരത്തെയുള്ള ഉപാധികളുടെ ഏത് തരത്തിൽ ഈ ചർച്ചയെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അവർ ഒന്നും പറയുന്നില്ല. ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നു എന്നുള്ള നിലയ്ക്കാണ് റഷ്യയുടെയും ഉക്രൈൻ്റെയും പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം US ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് US പ്രസിഡന്റിന്റെ പ്രതിനിധികളും അബുദാബിയിലെത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു പുതിയ സമവായത്തിനാണ് ശ്രമം നടക്കുന്നത്. പിടിച്ചെടുത്ത ഭാഗങ്ങൾ വിട്ടുകൊടുക്കുമോ, നേരത്തെയുള്ള ഉപാധികളിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച തുടരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഒരു പുതിയ ചർച്ച അബുദാബിയിൽ തുടങ്ങുന്നു എന്നുള്ള നിലയ്ക്കാണ് ഈ 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. അലീഷ.